അല്ല, ഒരു പദവി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഷോൺ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? സംസ്ഥാന അധ്യക്ഷനടക്കം ഉള്ളവർ മുഴുവൻ അഴിച്ചുപണിക്ക് BJP ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ്. എന്റെ അമ്മു അവിടെയൊക്കെ പുതുമുഖങ്ങളെ കൊണ്ടുവരാനാണ് BJP അധ്യക്ഷ പദവിയിലേക്ക്. അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഞങ്ങൾ അങ്ങനെ യാതൊരു ഡിമാൻഡുകളും വെച്ചിട്ടില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? കെ സുരേന്ദ്രൻ 2 ടേം പൂർത്തിയാക്കിയിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. BJPയുടെ ഭരണഘടന അനുസരിച്ച് തുടർച്ചയായി 2 വർഷം കഴിഞ്ഞാൽ പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷം മാത്രമാണ് മടങ്ങി വരാൻ കഴിയുക. BJP വലിയ അഴിച്ചുപണി ഉണ്ടാകും എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചന. മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. ഒപ്പം തന്നെ PC ജോർജിന് ദേശീയ സമിതി അടക്കം ഉള്ളവയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു പദ്ധതിയുണ്ട്. ഞാൻ പറയട്ടെ, നീ ഒന്നും പറയണ്ടടാ. ഒരുപക്ഷെ PC ജോർജ് ഏതെങ്കിലും ഒരു ബോർഡിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഒരു കാര്യം പറയാം, ഒരിക്കലും നിൽക്കണമെന്നുള്ള ആഗ്രഹം പോലും ഒരിടത്തും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. പത്മ വേണുഗോപാലിന് ഗവർണർ പദവി ലഭിച്ചേക്കുമെന്ന സൂചനയുടെ തൊട്ടു പിന്നാലെ സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണയാണ്. ഗവർണർ പദവി ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവായിട്ടുമില്ല. തന്നെ ചതിച്ചവർക്ക് തിരിച്ചൊരു പണി കൊടുത്തു പത്മജ. അതാണ് അവിടെ സംഭവിച്ചത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ കേരള BJP വലിയ അഴിച്ചുപണിക്ക് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നത്. BJP അധ്യക്ഷ പദവിയിലേക്ക് ഉള്ള മലയാളിയായ ഒരു RSS പ്രചാരകൻ ഇദ്ദേഹത്തിന് വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പോയാലോ? ഷോൺ ജോർജിന്, അതായത് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് സംസ്ഥാനത്തെ ഒരു ഉന്നത പദവി. ഷോൺ ജോർജിന് ഒരുപക്ഷെ ജനറൽ സെക്രട്ടറിയോ ആ ഒരു പദവിയിലേക്കോ എത്താനുള്ള ഒരു സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. ഷോൺ ജോർജിന് ഒരുപക്ഷെ ജനറൽ സെക്രട്ടറിയോ. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. അല്ല, ഒരു പദവി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഷോൺ? ഞങ്ങൾ അങ്ങനെ യാതൊരു ഡിമാൻഡുകളും വെച്ചിട്ടില്ല. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ലേ, അതിനേക്കാൾ വലിയൊരു അംഗീകാരം ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. എനിക്ക് ജനങ്ങളുടെ അംഗീകാരം ഉണ്ടല്ലോ. എന്റെ ജനകീയ അംഗീകാരം എന്താണെന്ന് പാർട്ടി മനസ്സിലാക്കുമ്പോൾ പാർട്ടി സൗകര്യമുണ്ടെങ്കിൽ എനിക്ക് പോസ്റ്റ് നീ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. പാർട്ടി തീരുമാനിച്ചോട്ടെ. എനിക്കൊരു ഡിമാൻഡ് വെച്ചാൽ ആ ഡിമാൻഡ് അംഗീകരിക്കപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ ഒരു ഡിമാൻഡ് ഞാൻ വെക്കുന്നില്ല. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ? ഇതിലേക്ക് ഇങ്ങനെ നടക്കുന്ന പൂഞ്ഞാറ് വഴി ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഷോൺ പൂഞ്ഞാറ് വഴിയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക, ഇടയ്ക്ക് ഡൽഹിയൊക്കെ വഴി ഒന്ന് പോയി വരാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ?